നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ സ്വാഭാവിക ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. സിജോ വി ജോൺ അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചെയ്യുന്നുണ്ട്. സിജോ, വൈദ്യപരിശോധന നിലവിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കഴിയാനായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമല്ലോ അല്ലേ? സിജോ, ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. നിലവിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. സിജോ വിജോൺ അവിടെ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിജോ, വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ടല്ലോ അല്ലേ? വൈദ്യപരിശോധന പൂർത്തിയായി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വൈകാതെ തന്നെ പുറത്തോട്ട് ഇറക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ ഒക്കെ അടുപ്പിച്ചിട്ട് പോലീസുകാർ അത് റൗണ്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും അത് വൈകാതെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും, ജയിലിലേക്ക് മാറ്റും എന്നുള്ളൊരു വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ നേരിലുള്ള മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അവിടുന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇവിടുന്ന് ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ മാറ്റാനുള്ള സാഹചര്യമാണ് കണക്കാക്കിയത്. എന്തായാലും ഒരു അധികമായി സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ എന്താണ് ഒരു കണ്ടീഷൻ എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു മെഡിക്കൽ വിവരങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഒരു തലകറക്കം അനുഭവപ്പെട്ട് എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഒരുപക്ഷെ അല്പസമയം കൂടി വിശ്രമിച്ചതിന് ശേഷം അനുവദിച്ചതിന് ശേഷം മാത്രമാകുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും പരിശോധനകൾ ഏകദേശം പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് ആശുപത്രിക്കുള്ളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗുരുതരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ആശുപത്രിയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സുജോ, ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു കേസാണ്. ലൈംഗികാധിക്ഷേപ പരാതി നൽകിയത് ഒരു നടിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറക്കുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ആൾക്കൂട്ടത്തെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ തന്നെ അത്തരത്തിൽ പോലീസ് അവിടെ സജ്ജമാണോ? ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ ഒരു സംഘം തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം പരമാവധി ആളുകളെ അവിടെ നിന്ന് അത്യാഹിത വിഭാഗത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് വാഹനമുള്ളിലേക്ക് കയറി വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലും പോലീസ് ഒരുക്കിയിരുന്നത്. പക്ഷേ നമുക്ക് ആശുപത്രിക്കുള്ളിൽ കാണാൻ നിരവധി ആളുകളെ കാണാം. അത് ബോബി ചെമ്മണ്ണൂരിനെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ ആളുകളാണ് അവർ സ്വാഭാവികമായ അവരുള്ളിൽ നിൽക്കുന്നുള്ളതുകൊണ്ടും ബോബി ചെമ്മണ്ണൂർ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അവർ അദ്ദേഹത്തിൻ്റെ ആരാധകരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോ അല്ല. 3-4 ആളുകൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പമുള്ള ആളുകൾ ഇപ്പോൾ അതിന് ഉള്ളിൽ ഉള്ളത്. മറ്റുള്ള ആളുകളെ പൂർണ്ണമായും പോലീസ് ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ ആശുപത്രിയാണ്. വലിയ ഈ സ്പേസ് വളരെ കുറഞ്ഞൊരു സ്പേസാണ്. മെഡിക്കൽ കോളേജ് പോലെ അത്രയും സ്പേസ് ഉള്ളൊരു സ്ഥലമല്ല എന്നുള്ളതുണ്ട്. അത് മാത്രമല്ല അത്യാഹിത വിഭാഗമാണ്. നിരവധി രോഗികളെ വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരക്കായി ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അതായത് പോലീസ് പരമാവധി ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് ഉൾപ്പെടെ പുറത്തേക്ക് സൈഡിലേക്ക് മാറി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണമെന്നുള്ള പോലീസ് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ക്രമീകരണങ്ങൾ